എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് അപേക്ഷകൾ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് അതത് നഴ്സിംഗ് സ്കൂളുകളിലെ പ്രിൻസിപ്പാളിന് ഈ ഒരു ജൂലൈ 6-ാം തീയതി വൈകിട്ട് 5 മണിക്കാവും നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷകൾ നിങ്ങൾക്ക് അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ള കാര്യം നോക്കാം. ടോട്ടൽ 15 നഴ്സിംഗ് സ്കൂളുകളാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ജില്ലയിലെ സ്കൂളിലേക്ക് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. ഈ ഒരു ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഫോർ SC/ST ആശ്രാമം കൊല്ലം ആ ഒരു നഴ്സിംഗ് കോളേജിലേക്ക് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റേതെങ്കിലും ഒരു ജില്ലയിലേക്ക് കൂടി അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം, അതുപോലെ എത്ര രൂപയാണ് ഫീസ് എന്നുള്ള കാര്യം നോക്കാം. ജനറൽ കാറ്റഗറിക്ക് 250 രൂപയാണ് ഫീസ് വരിക. അതുപോലെ SC/ST വിദ്യാർത്ഥികൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് അതായത് SC/ST വിദ്യാർത്ഥികൾക്ക് 75 രൂപയാണ് ഫീസായിട്ട് വരിക. ഈ ഒരു ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഫോർ SC/ST ആശ്രാമം കൊല്ലം ആ ഒരു കോളേജിൽ അതായത് ആ ഒരു നഴ്സിംഗ് സ്കൂളിൽ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ജില്ലയിലെ കോളേജല്ല ആ ഒരു സ്കൂളിലേക്ക് കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് 2 ആപ്ലിക്കേഷനുകൾ ആവശ്യമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഏത് നഴ്സിംഗ് സ്കൂളിലാണ് അഡ്മിഷനായിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു നഴ്സിംഗ് സ്കൂൾ ഏതാണോ അതിൻ്റെ ആ ഒരു കോളത്തിൽ ടിക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ ഒരു ഗവൺമെൻറ് നഴ്സിംഗ് ഫോർ SC/ST ആശ്രാമം കൊല്ലം അതായത് SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു കോളേജിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും മറ്റൊരു ഫോം കൂടി വീണ്ടും പൂരിപ്പിക്കേണ്ടതാണ്. ഒന്നിൽ തന്നെ 2 ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പാടുള്ളതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഒരു കോളേജാണ് ഇതിൽ സെലക്ട് ചെയ്യാൻ സാധിക്കുക. ഞാനിപ്പോൾ ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് മലപ്പുറം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്ത ശേഷം ഇനി അടുത്ത പേജിലേക്ക് വരാം. അടുത്ത പേജിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ പേര് ചോദിക്കുന്നത് അതായത് അപേക്ഷകൻ്റെ അല്ലെങ്കിൽ അപേക്ഷയുടെ പേര്. ഇവിടെ മലയാളത്തിൽ നിങ്ങളുടെ പേര് എഴുതുക. ഇവിടെ ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതുക. ഇവിടെ നിങ്ങളുടെ വയസ്സും ജനനത്തീയതിയും എഴുതുക. അതിനുശേഷം അതായത് ഡേറ്റ് ഓഫ് ബർത്തും എഴുതുക. അതിനുശേഷം നിങ്ങളുടെ രക്ഷകർത്താവിൻ്റെ പേര്, അപേക്ഷകനുമായിട്ടുള്ള ബന്ധം എന്താണ്, അതായത് നിങ്ങളുടെ അച്ഛനാണെങ്കിൽ അച്ഛൻ, അമ്മയാണെങ്കിൽ അമ്മ, അപ്പോൾ ഏതാണ് അത് കറക്റ്റായിട്ട് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ സ്ഥിരമായിട്ടുള്ള മേൽവിലാസം എന്താണ്, നിങ്ങളുടെ വീട്ട് അഡ്രസ്സ് കറക്റ്റായിട്ട് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ നിലവിലെ മേൽവിലാസം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എഴുതുക. അതുപോലെ ഫോൺ നമ്പർ. അപ്പോൾ ഫോൺ നമ്പറുകൾ 2 കൊടുക്കാം. അപ്പോൾ 2 കോളമുണ്ട്. അപ്പോൾ 2 കൊടുക്കാം. അതുപോലെ തന്നെ ജാതി മതവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജാതി മതവും ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ കറക്റ്റായിട്ട് എഴുതുക. അതിനുശേഷം നിങ്ങളോട് അടുത്തത് നിങ്ങളുടെ സംവരണ വിഭാഗം ഏത് വിഭാഗത്തിലാണ് നിങ്ങൾക്ക് സംവരണമുള്ളത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ മുസ്ലിം ആണെങ്കിൽ മുസ്ലിം എന്നുള്ള ആ ഒരു MU എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾ ഏതാണ്, അതായത് നിങ്ങൾ SC/ST ആണോ എന്നുള്ളതനുസരിച്ച് അല്ലെങ്കിൽ കുടുംബി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാറ്റിൻ കത്തലിക്ക് അതുപോലെ ധീവര വിശ്വകർമ്മ അതുപോലെ നിങ്ങൾ ഏതാണെന്നുള്ളതനുസരിച്ച് ഏതെങ്കിലും ഒരു കോളത്തിൽ മാത്രം ടിക്ക് ചെയ്യുക. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ ലിംഗം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അത് ആൺ, പെൺ, ട്രാൻസ്ജെൻഡർ എന്നിങ്ങനെ 3 ഓപ്ഷനുകളുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് അത് കറക്റ്റായിട്ട് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു +2-ൽ ഈ ഒരു ബയോളജി സയൻസ് അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉൾപ്പെട്ട സയൻസ് പഠിച്ച ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ അതല്ല നിങ്ങൾ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെയാണ് പഠിച്ചതെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് ടിക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ +2 ആൻഡ് ANM അതായത് രജിസ്റ്റേർഡ് ANM കോഴ്സ് അതായത് ANM എന്ന് പറഞ്ഞാൽ നിങ്ങൾ +2 കൊണ്ട് നിങ്ങൾക്ക് ANM എന്നുണ്ട്. അതായത് ANM എന്ന് പറഞ്ഞാൽ ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സാണ്. അപ്പോൾ ആ ഒരു 2 വർഷത്തെ നിങ്ങൾ ANM കോഴ്സ് അതായത് ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് കൂടി +2 കഴിഞ്ഞ ശേഷം ചെയ്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു 3ാമത്തെ ഓപ്ഷൻ ടിക്ക് ചെയ്യണം. അപ്പോൾ അത് കറക്റ്റായിട്ട് മാറിപ്പോയത് കറക്റ്റായിട്ട് ആ ഒരു കാര്യങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ യോഗ്യതാ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് +2-ന് ലഭിച്ച അതായത് എല്ലാ വിഷയങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസും ഇവിടെ കറക്റ്റായിട്ട് എഴുതുക. ആദ്യം 1, 2, 3 ഈ രീതിയിൽ എഴുതാം. അതിനുശേഷം വിഷയം ഏതാണ്, അതിൻ്റെ ആകെ മാർക്ക് എത്രയാണ്, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഏതാണ്, അതിന് ഗ്രേഡ് ലഭിച്ചതാണ് ഏതാണ് എന്നിങ്ങനെ നിങ്ങൾക്ക് ആകെ ലഭിച്ച എല്ലാ മാർക്കിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ ടൈപ്പല്ല പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം അവിടെ എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ആകെ മാർക്ക് ചോദിക്കുന്നത്. അപ്പോൾ ആകെ ടോട്ടൽ സബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാർക്ക്. അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് ലഭിച്ച ആകെ മാർക്ക്. അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ ഗ്രേഡ് ഏതാണ് ആ ഒരു ഗ്രേഡ് നിങ്ങൾ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം യോഗ്യതാ പരീക്ഷയ്ക്ക് ലഭിച്ച ആകെ മാർക്കിൻ്റെ ശതമാനം എത്രയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് യോഗ്യതാ പരീക്ഷയ്ക്ക് ആകെ ലഭിച്ച മാർക്കിൻ്റെ ശതമാനം അതായത് +2-ൻ്റെ ആകെ ശതമാനം എത്ര മാർക്കാണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ എഴുതുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അപേക്ഷയോടൊപ്പം ഹാജരാക്കിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ എഴുതുക. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പറഞ്ഞു തരാം. ജസ്റ്റ് ഈ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത് പൂർണ്ണമായിട്ട് പറഞ്ഞ ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് നമുക്ക് പിന്നീട് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷാ ഫീസ് അടച്ചതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്, അതായത് നിങ്ങൾ എത്ര രൂപയാണ് അടച്ചിട്ടുള്ളത്, അടച്ച തുകയുടെ ആ ഒരു വിവരം എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അതായത് നിങ്ങൾ SC ആണെങ്കിൽ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 75 ആയിരിക്കും. ബാക്കിയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 250 രൂപയായിരിക്കും ഫീസ്.
അതുപോലെ തന്നെ നിങ്ങൾ ഏത് ട്രഷറിയിലാണ് ഈ ഒരു ഫീസ് അടച്ചത്, ചലാൻ്റെ നമ്പർ എത്രയാണ്, ഏത് തീയതിയാണ് അടച്ചത് എന്നുള്ളത് ചോദിക്കുന്നത്. അത് കറക്റ്റായിട്ട് ചലാൻ നമ്പർ നോക്കി പൂരിപ്പിക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ സത്യപ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക, നിങ്ങളുടെ പേരെന്താണ്. അതുപോലെ എന്നാൽ ഞാൻ മുകളിൽ പ്രസ്താവിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം സത്യമാണെന്നും സമർപ്പിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളെല്ലാം യഥാർത്ഥ സർട്ടിഫിക്കറ്റുകളുടെ ശരി പകർപ്പുകളാണ്. ഞാൻ ഒരു സ്ഥാപനത്തിൽ മാത്രമേ ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഫോർ SC ST ആശ്രമം കൊല്ലം ഒഴികെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളൂ എന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് ആണ് സത്യപ്രസ്താവന. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ സ്ഥലം ഏതാണ്, നിങ്ങളുടെ അന്നത്തെ ദിവസം നിങ്ങൾ അയക്കുന്ന ആ ഒരു ദിവസം ഇപ്പോഴാണ്. അതുപോലെ തന്നെ അയക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. നേരിട്ട് പോയി കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പോകാൻ സാധിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ദൂരെയാണ് നിങ്ങളുടെ വീടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ നൽകാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ജൂലൈ 6-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് പ്രിൻസിപ്പാളിൻ്റെ കയ്യിൽ ഈ ഒരു നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ എത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യം പ്രത്യേകം പറയുന്നത്. അതിനുശേഷം നിങ്ങളുടെ പേര്, ഒപ്പ്, അതായത് പേര് ഒപ്പല്ല ഒപ്പ് ഇടുക. അതിനുശേഷം നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേരും ഒപ്പും ഇടാവുന്നതാണ്. അപ്പോൾ ഒപ്പ് മാത്രം ആയാലും കുഴപ്പമില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് അതായത് ഈ ഒരു SC ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആശ്രാമം നഴ്സിംഗ്, അതായത് ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഫോർ SC ST ആശ്രാമം കൊല്ലം ആ ഒരു കോളേജ്, അതായത് ആ ഒരു നഴ്സിംഗ് സ്കൂളിലേക്ക് കൂടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്കൂളിലേക്ക് കൂടി നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ആപ്ലിക്കേഷനാണ് നൽകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു ചലാൻ കൂടി ഇതിനായിട്ട് അതായത് ഈ ഒരു ആശ്രാമം നഴ്സിംഗ് കോളേജിൽ നഴ്സിംഗ് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് മറ്റൊരു ചലാൻ കൂടി, അതായത് 75 രൂപയുടെ മറ്റൊരു ചലാൻ കൂടി നിങ്ങൾ അടച്ചിട്ട് അതിൻ്റെ ആ ഒരു റെസിപ്റ്റ് കൂടി, അതായത് ആ ഒരു ചലാൻ കൂടി വാങ്ങിക്കേണ്ടതാണ്. അതായത് നിങ്ങൾ SC ST വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൊല്ലത്തെ ആശ്രാമം ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് സ്കൂളിൽ ആ ഒരു സ്കൂളിലും അതുപോലെ തന്നെ മറ്റൊരു ജില്ലയിലെ നഴ്സിംഗ് സ്കൂളിലേക്ക് കൂടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു 2 ജില്ലകളിലേക്കും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ഫീസ് അടക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം നിങ്ങൾ അതായത് 75 രൂപയുടെ ചലാൻ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇനി നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസുകൾ നോക്കാം. അപ്പോൾ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ജില്ലയിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. അതായത് SC ST വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂൾ ഓഫ് അതായത് നഴ്സിംഗ് ഫോർ SC ST ആശ്രാമം കൊല്ലത്ത് ആ ഒരു നഴ്സിംഗ് സ്കൂളിലും അതുപോലെ മറ്റേതെങ്കിലും ഒരു നഴ്സിംഗ് സ്കൂളിലും SC ST വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എന്നാൽ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. ഒന്നിൽ കൂടുതൽ ജില്ലയിലേക്ക് ബാക്കിയുള്ള വിദ്യാർത്ഥികൾ അതായത് ഈ ഒരു SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ആശ്രാമത്തെ ആ ഒരു സ്കൂൾ ഒഴികെ അതായത് ആ ഒരു സ്കൂളിൽ SC ST വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ ആ ഒരു SC ST വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് അതായത് മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്ക് കൂടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ഒരു സ്കൂളും ഈ ഒരു കൊല്ലത്തെ ആശ്രാമത്തെ ആ ഒരു സ്കൂളും അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിലേക്കും അപ്ലൈ ചെയ്യാം. എന്നാൽ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു ജില്ലയിലെ ഒരു സ്കൂളിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. ഒന്നിൽ കൂടുതൽ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഏതൊരു ഘട്ടത്തിൽ കണ്ടെത്തിയാലും റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അപ്പുറം അതായത് ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോസ്പെക്ടസ് നോക്കാം. അപ്പോൾ പ്രോസ്പെക്ടസിൽ എത്ര വീതം സീറ്റുകൾ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എത്ര റിസർവേഷൻ ഉണ്ട് എന്നുള്ളത് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആൺകുട്ടികൾക്കായിട്ട് ഏകദേശം 20% സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾക്കും അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതായത് അഡ്മിഷന് വേണ്ട ഡോക്യുമെൻറ്റ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് കൊല്ലം ആശ്രമം സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു പ്രിൻസിപ്പൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് ഫോർ SC ST ആശ്രമം കൊല്ലം എന്ന വിലാസത്തിലാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ നേറ്റിവിറ്റി അതുപോലെ കേരളീയനാണെന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ എന്നിവയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷയോടൊപ്പം നിങ്ങൾ സമർപ്പിക്കേണ്ട ഡോക്യുമെൻറ്റുകൾ നോക്കാം. അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ട് SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റിൻ്റെ പ്രസക്തമായ പേജിൻ്റെ പകർപ്പ്, അതുപോലെ നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി അത് നിർബന്ധമാണ്. അത് ഡിജി ലോക്കറിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ റിസർവേഷൻ ഫീസ് ഇളവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ, അതുപോലെ SC ST വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഈ ഒരു തഹസിൽദാറിൽ നിന്ന് ലഭിച്ച കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, അതുപോലെ SC BC OEC കാറ്റഗറി വിദ്യാർത്ഥികൾ വില്ലേജ് ഓഫീസിൽ നിന്ന് നൽകുന്ന അതായത് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ ആവശ്യത്തിന് നൽകുന്ന നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മിശ്രജാതി വിവാഹം ചെയ്തവരുടെ മക്കൾ ആണെങ്കിൽ മിശ്രജാതി വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അത്
തഹസിൽദാർ നൽകുന്നതായിരിക്കണം ആ ഒരു ഡോക്യുമെൻറ്റ്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് ജില്ലാ മെഡിക്കൽ ബോർഡിൽ നിന്ന് ലഭിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കേരളീയൻ എന്ന വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർ അവർ നേറ്റിവിറ്റി തെളിയിക്കുന്നതായിട്ട് SSLC സർട്ടിഫിക്കറ്റിൻ്റെ ജനനസ്ഥലം രേഖപ്പെടുത്തിയുള്ള പേജിൻ്റെ പകർപ്പ്, പാസ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ ജനനസ്ഥലം രേഖപ്പെടുത്തിയുള്ള പേജിൻ്റെ പകർപ്പ്, അതുപോലെ ജനന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, അതുപോലെ തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, ഉദ്യോഗാർത്ഥിയുടെ രക്ഷിതാവ് കേരള കേഡറിൽ അനുവദിച്ച അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥനാണ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, അതുപോലെ കേരളീയർ അല്ലാത്തവർ കാറ്റഗറി 1 NK1 വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് നേറ്റിവിറ്റി തെളിയിക്കുന്നതിന് അനുബന്ധത്തിൽ നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് ബാധകം എങ്കിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് അതാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത്, അത് അപ്ലോഡല്ല, ഈ ഒരു അപേക്ഷയോടൊപ്പം ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഡീറ്റെയിൽസ് നൽകുകയും അതിനോടൊപ്പം നിങ്ങളുടെ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റുകളുടെയൊക്കെ പകർപ്പ് കൂടി നിങ്ങൾ നൽകേണ്ടതായിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കവറിലിട്ടുകൊണ്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അയക്കുന്ന സമയത്ത് നിങ്ങൾ അയക്കേണ്ടത് നിങ്ങൾ ഏത് കോളേജിലേക്കാണ് അപേക്ഷ നൽകുന്നത് ആ ഒരു കോളേജിൻ്റെ അഡ്രസ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു കവറിന് മുമ്പിലായിട്ട് നിങ്ങൾ 2024 GNM കോഴ്സിനുള്ള അപേക്ഷ എന്നും താഴെ ഇടതുഭാഗത്തായിട്ട് അപേക്ഷേൻ്റെ പേരും മേൽവിലാസവും നിങ്ങൾ കൃത്യമായിട്ട് എഴുതേണ്ടതാണ്. വൈകിയതോ അല്ലെങ്കിൽ അപൂർണമായതോ ആയിട്ടുള്ള അപേക്ഷകളോ സർട്ടിഫിക്കറ്റുകളോ അവയിൽ വന്നു പോയിട്ടുള്ള പോരായ്മകളെ പറ്റിയിട്ടുള്ള കത്തിടപാടുകളോ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല എന്ന് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്ലോഡല്ല, നിങ്ങൾ അയക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷയുടെ അതായത് നിങ്ങൾ അയക്കേണ്ട അഡ്രസ്സ് ഈ ഒരു PDF-ൻ്റെ അതായത് പ്രോസ്പെക്ടസിൻ്റെ ഏറ്റവും താഴത്തെ പേജിലായിട്ട് അഡ്രസ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു അഡ്രസ്സ് കറക്റ്റായിട്ട് നോക്കുക ഏത് അഡ്രസ്സിലാണ് അയക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഏറ്റവും താഴത്തെ പേജിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സ്കൂളുകളുടെ നമ്പറും അതുപോലെ അഡ്രസ്സും ഏത് അഡ്രസ്സിലാണ് നിങ്ങൾ അയക്കേണ്ടത് ആ ഒരു അഡ്രസ്സും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പ്രോസ്പെക്ടസ് കറക്റ്റായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഡീറ്റെയിൽസ് അതായത് ഈ ഒരു കോഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഡ്യൂറേഷനെ കുറിച്ചുമുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.